ഈ വീഡിയോയിൽ അമേരിക്കയിൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പായിട്ട് ടെക്സസിൽ ഒരു ഫ്ലഡ്, അങ്ങനെ വെള്ളപ്പൊക്കം, അതായത് ഇത് മേഘവിസ്ഫോടനം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പെട്ടെന്നാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലഡ് ഇങ്ങനെ ഇരച്ച് കയറി ഇങ്ങനെ വരുന്നത്. വീടുകളെല്ലാം ഇങ്ങനെ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നും ജസ്റ്റ് ഒരു റിക്കവറി കിട്ടിയത് പോലെയാണ് ഇപ്പോൾ ഇന്നലെ ഒരു 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്. ടെക്സസ് ആ ലെവലിൽ ഒന്ന് ശാന്തമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ന്യൂ മെക്സിക്കോയിൽ റൂയിഡിസോ ഭാഗത്ത് അടുത്ത മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനത്തിൽ ഞാൻ ഫുട്ടേജസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് സൈഡിൽ. ഇതിന് വോളിമൊന്നുമില്ല, ഞാൻ സൈഡിൽ ജസ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നിന്നാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് കേരളത്തിൽ നമുക്ക് 2018 അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരുപാട് മലയാളികളൊക്കെ അതായത് ഗ്ലോബലി തന്നെ പല കമ്മ്യൂണിറ്റീസും ചേർന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഈ USA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ന്യൂ മെക്സിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 180 പേര് കാണാനില്ല. വീടുകളാണെങ്കിൽ ഇങ്ങനെ ഒലിച്ചു പോവാണ്. വീടുകൾ മൂടോടെ ഇളകി പോവാണ് അങ്ങോട്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെക്സിക്കോയുമായിട്ട് ഈ മരുന്ന് കടത്തുന്നതൊക്കെ ബന്ധപ്പെട്ട് പിന്നെ ഇല്ലീഗൽ എമിഗ്രൻ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പ്രശ്നം അമേരിക്കയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്ക ന്യൂ മെക്സിക്കോയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോകുന്ന റിവറൊക്കെ കട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. വാട്ടർ സപ്ലൈ ഒക്കെ കട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെക്സിക്കോ അമേരിക്കയ്ക്കെതിരെ, അമേരിക്ക മെക്സിക്കോയ്ക്ക് താരിഫ് കൊണ്ടുവന്നപ്പോഴത്തേക്കും മെക്സിക്കോ അതുപോലെ തന്നെ തിരിച്ചും താരിഫ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തരുന്ന വെള്ളം, അതായത് അമേരിക്ക പറയുന്നതാണ്, എൻ്റെ രാജ്യത്ത് നിന്ന് ഞാൻ നിനക്ക് തരുന്ന വെള്ളം അത് ഉപയോഗിച്ച് നീ കൃഷി ചെയ്തിട്ട് ആ സാധനങ്ങൾ എനിക്ക് തിരിച്ച് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താരിഫ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം കട്ട് ചെയ്തത് മെക്സിക്കോയ്ക്കെതിരെ. മെക്സിക്കോയ്ക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കൂ, ഇതുപോലത്തെ മേഘവിസ്ഫോടനങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ ഇന്ത്യയിലും നമ്മൾ ഇതുപോലൊരു മേഘവിസ്ഫോടനം വരുന്ന സമയത്ത് ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയാണ്. ആ രീതിയിലാണ് അവിടെ മേഘവിസ്ഫോടനം വന്നത്. നിരവധി പേരെ കാണാനില്ല. ശരിക്കും വൻ ദുരന്തമാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ മെക്സിക്കോയ്ക്ക് താരിഫ് ഇട്ടത് കൊണ്ട് മാത്രം ഇത് മെക്സിക്കോയ്ക്ക് താരിഫ് ഇട്ടത് കൊണ്ട് ഇത് ഇപ്പം മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഇങ്ങനെ ഒരു താരിഫ് ഉണ്ടായത് കൊണ്ടല്ല ഇത് ഉണ്ടായെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മേഘവിസ്ഫോടനം സംഭവിച്ചു ഈ രീതിയിൽ സംഭവിക്കുന്നു. ഇപ്പോൾ ഇതിപ്പം അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാൻ്റെ ഇൻഡസ് വാലി റിവറിൻ്റെ വെള്ളം നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഡാമൊക്കെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡാമുകളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്നു. എന്നിട്ട് പാകിസ്ഥാനിലും തന്നെ വെള്ളപ്പൊക്കമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കമുണ്ട്. നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ന്യൂ മെക്സിക്കോയാണ് മുങ്ങിക്കിടക്കുന്നത്. ഈ വീഡിയോ ഫുട്ടേജസ് കണ്ടല്ലോ, അത്രമാത്രം മുങ്ങിക്കിടക്കുകയാണ് വെള്ളം. അതാണ് നിലവിലെ ന്യൂ മെക്സിക്കോയിലെ അവസ്ഥ. റൂയിഡിസോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ 100 കണക്കിന് ഡ്രോൺ വെച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് ഇന്നലെ ഈവനിങ്ങോടുകൂടി ഉക്രൈൻ റഷ്യക്കുള്ളിൽ തിരിച്ചടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് റഷ്യക്കുള്ളിൽ ഞാൻ കാണിക്കുന്ന ഈ സ്പോട്ടുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ആ രീതിയിൽ നടത്തിയിട്ടുണ്ട്. 2-3 മിസൈലുകളും കൂടി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡ്രോൺ ആക്രമണം റഷ്യക്കുള്ളിൽ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ റഷ്യ റിറ്റാലിയേറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ റഷ്യ റിറ്റാലിയേറ്റ് ചെയ്തതാണ്. റഷ്യ റിറ്റാലിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉക്രൈനിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഉക്രൈനിൽ ഏതാണ്ട് 741 ഡ്രോണാണ് റഷ്യ ഉപയോഗിച്ചത്. ഇന്നലെ ഉപയോഗിച്ചത് 100 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ദിവസം ഒരു ദിവസം 500 സംതിങ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒറ്റ ദിവസം 741 ഡ്രോൺ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ ശരിക്കും ഉക്രൈൻ്റെ ഉള്ളിൽ കനത്ത നാശനഷ്ടം, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പക്ഷേ അതേസമയം സെലൻസ്കി 711 ഡ്രോൺ ഞാൻ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ 7 മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്കന്ദർ മിസൈൽ എന്ന് പറഞ്ഞ മിസൈലുകൾ ഒരു 7 എണ്ണമൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് 741 ഡ്രോൺ റഷ്യ അയച്ചെങ്കിൽ അത് 711 ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ എന്നാലും കണക്കിൽ കൂടുതൽ അപകടം നടന്നതായിട്ടുള്ള ഫൂട്ടേജസും ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ആക്രമണമാണ്. പല സ്ഥലങ്ങളും കത്തി അമരുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനേക്കാളും അതിതീവ്രമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആ രീതിയിൽ വൻ തോതിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മീഡിയ കൂടുതൽ കവർ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ആ രീതിയിലുള്ള ഡീപ്പ് ലെവലിലുള്ള അറ്റാക്കാണ് അവിടെ നടക്കുന്നത്.
ഞാൻ ഈ വെക്കുന്ന ഫുട്ടേജസ് ഒക്കെ നോക്കിക്കോ, ആ രീതിയിലാണ് ആക്രമണങ്ങൾ. ടാർഗറ്റഡ് ആയിട്ടും താറുമാറായിട്ടൊക്കെയാണ് ആക്രമണം. ടാർഗറ്റഡ് ആയിട്ട് എനർജി ഏരിയ അതൊക്കെ സെക്ടർ വൈസ് ഇവർ ആക്രമണം നടത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് താറുമാറായിട്ട് ഡ്രോൺ വിട്ട് അറ്റാക്ക് നടത്തുകയാണ്. പല റെസിഡൻഷ്യൽ ഏരിയാസ് ഒക്കെ തകർന്നു വീഴുന്ന അവസ്ഥയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സമി റീജിയൻ മുതൽ താഴെ സെപ്പറോഷ്യ വരെയൊക്കെ ആക്രമണം തുടരെ ആക്രമണമാണ്. ഇത് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ ഈ മാപ്പിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഇന്ന സ്ഥലങ്ങളിൽ. പിന്നെ ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എത്രമാത്രം ആ ഡ്രോൺ റൂട്ടുകളും അതുപോലെ മിസൈൽ റൂട്ടുകളും റഷ്യയിൽ നിന്ന് ഉക്രൈനിലേക്ക് എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റൂട്ടാണ് ഇങ്ങനെ ചെറിയ നൂല് പോലെ പിന്നി കിടക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് ഇതിനെ ഊഹിക്കാം എത്രമാത്രം ആക്രമണങ്ങളാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടന്നിരിക്കുന്നുള്ളത്. ഇപ്പം ഇതിനെ ചൊല്ലി ഇപ്പം നൊബൽ പ്രൈസ് മേടിക്കാൻ സമാധാനത്തിൻ്റെ ദൂതനായി മാറിയിരിക്കുന്ന ട്രംപ് നെതന്യാഹുവിനെയും ഒരു രീതിയിൽ മുന്നോട്ട് ചലിക്കാൻ വിടാതെ പിടിച്ചു നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ നൊബൽ പ്രൈസ് മേടിക്കുന്നവരെ നെതന്യാഹു നീ കുറച്ച് സമാധാനത്തിലിരിക്കണം എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ഇൻവോൾവ് ആയിക്കൊണ്ട് ഇനി യുദ്ധം നടത്തുന്നു എന്നുള്ളൊരു പ്രതീതി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇന്നലെ ഉക്രൈനിലെ സെലൻസ്കി ഇതേപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് യുദ്ധോപകരണങ്ങളില്ല, നിങ്ങൾ വാഗ്ദാനം തന്നിട്ട് പോയതാണ്, ഇതുവരെ ഒരു മറുപടിയുമില്ല, എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും അപ്പം ഒരു മാധ്യമ പ്രവർത്തക അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അതായത് പീറ്റർ എക്സ് അവിടെ ഇരിപ്പുണ്ട്, അതേപോലെ ട്രംപ് ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് മാർക്കോ റൂബിയോ ഇരിപ്പുണ്ട്, ഇതെല്ലാം ആ ഒരു അവസ്ഥയിലാണ് ചോദിക്കുമ്പോഴത്തേക്കും ട്രംപ് പറയുന്നത് നേരെ പീറ്റർ എക്സിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുത്ത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ഉക്രൈനിലേക്കുള്ള ആയുധങ്ങൾ കൊടുക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പെൻറ്റഗണിലെ നേരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇപ്പുറത്ത് പീറ്റർ എക്സത്താണ്. പീറ്റർ എക്സത്ത് ആണെങ്കിൽ ഇങ്ങനെ തലങ്ങ് നോക്കുകയാണ്, ഇത് എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ അടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നുള്ള അവസ്ഥയിലാണ് നോക്കുന്നത്. കാരണം പീറ്റർ എക്സത്ത് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ മേലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മെസ്സേജ് ഇട്ട് വാട്സപ്പിലൂടെ അത് കംപ്ലീറ്റ് ലീക്കായി പീറ്റർ എക്സത്തിൻ്റെ ഭാര്യ ത്രൂ പല ആൾക്കാർ അറിഞ്ഞ് ആ ഒരു അലിഗേഷനിൽ പെട്ടിരിക്കുകയാണ് പീറ്റർ എക്സത്ത്. അപ്പം തന്നെ ഒരു 50% അമേരിക്കൻ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പീറ്റർ എക്സത്ത് ഉള്ളത്. അയാൾക്കെതിരെ വീണ്ടും ഇതേപോലെ ഒരു ആരോപണം വരികയാണ്. അതായത് ട്രംപ് ഉക്രൈൻ ആയുധം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും പീറ്റർ എക്സത്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തലങ്ങും പീറ്റർ എക്സത്ത് ആയുധം കൊടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അതായത് ഞാൻ ഭരണത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധം ഞാൻ നിർത്തും, അത് ഭീഷണിപ്പെടുത്തിയെങ്കിലും ഞാൻ നിർത്തും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ആളാണ് ട്രംപ്. Weapons to Ukraine, as you said last night. Last week, the Pentagon paused some shipments of weapons to Ukraine. Did you approve of that pause? We wanted to put defensive weapons because Putin is not treating human beings right. He's killing too many people. So we're sending some defensive weapons to Ukraine, and I've approved that. So who ordered a pause last week? I don't know. Why didn't you tell me? I think that's a question for the. ഇപ്പം പൊസിഷനിൽ വന്നിട്ടും ആൾക്ക് ഈ യുദ്ധം നിർത്താൻ പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്ത് പീസ്, എന്ത് നോബൽ സമ്മാനം, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത്. ഏത് തരത്തിലുള്ള യുദ്ധം നിർത്തിയിട്ടാണ് നൊബേൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പലരും ശുപാർശ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ ലോകത്ത് സമാധാനമായിട്ട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ വർക്കേഴ്സായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവും. അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് നൊബൽ പ്രൈസ് കൊടുക്കുന്നതിന് പകരം അവരുടെ ജീവിതമാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് എടുത്ത് അതിനെയാണ് ശരിക്കും ഒരു ബയോഗ്രഫി എടുത്ത് അതിനൊരു നൊബൽ പ്രൈസ് കൊടുക്കേണ്ടത്. അതിന് പകരം ഒരു യുദ്ധം ഉണ്ടാക്കി അതിനുവേണ്ടി ആയുധം കൊടുക്കുന്നത് അമേരിക്ക തന്നെയല്ലേ? ആയുധങ്ങൾ വരെ കൊടുത്ത് സപ്ലൈ ചെയ്ത് യുദ്ധം നടത്തിപ്പിച്ച് അതിനെ പോയി നിർത്തുന്ന ആൾക്ക് നൊബേൽ സമ്മാനം കൊടുക്കുക എന്നൊരു പുതിയ സിസ്റ്റമാണ് ഇപ്പം രൂപപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. And Patrick, right now, what's the latest? Alex, yeah, as you say, Ukrainian authorities say this is a record-breaking attack by Russia, again launching well over 700 drones and missiles across Ukraine. This is actually the third time in the last 10 days that we've seen Russia launch a record-breaking attack. This time, President Zelensky has said that Ukraine was able to bring down the vast majority of the drones. It also seems that the majority of them were targeting military and industrial sites in more rural areas in Ukraine, which is perhaps why we haven't had any reports of casualties at the moment. In particular, the western city of Lutsk appears to have faced particularly intense attacks overnight. But really, we're seeing now every few days Russia mount these record-breaking attacks as they've dramatically increased the amount of drones that they're able to produce. And really, we're starting to see, I think, a new phase in the air war in Ukraine. Ukraine's air defenses are clearly under significant strain, which is why it is very significant that we are seeing perhaps now President Trump starting to shift his position on this war, Alex.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.